ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ യാത്രാ സ്നേഹി. നമ്മളിപ്പം ഒരു യാത്ര പോകാനായിട്ട് വന്നിരിക്കുകയാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ ഡിസംബറിൽ നമ്മളൊരു യാത്ര പോയപ്പം കർണാടകയിലേക്കാണ് പോയത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു എന്താ പറയുക, ഡിസ്കവറി ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ത്യയിലെ കുറേ സ്റ്റേറ്റുകളൊക്കെ ഒന്ന് കവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇന്ത്യ മുഴുവൻ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ആ യാത്ര പോയത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിലെ ബാക്കിയൊരു ഭാഗം കാണാനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ 5:30 നമുക്ക് ഫ്ലൈറ്റ്. പക്ഷെ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 10:15 ഇറങ്ങിയതാണ്. ഇവിടെ ഒരു 1:30 കഴിഞ്ഞപ്പോൾ എത്തി. ഇടയിൽ നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കാശ്മീരിലേക്കാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ എല്ലാവരുടെയും, പൊതുവേ കേരളം എന്നല്ല ഇന്ത്യയിലെ എല്ലാവരുടെയും അല്ലെങ്കിൽ പുറത്തെ രാജ്യങ്ങളെല്ലാവരുടെയും ഒരു പറുദീസയാണ് കാശ്മീർ, അതായത് സ്വർഗമാണെന്ന് പറയാം. അപ്പോൾ അത് കാണണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ളൊരു അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ കാശ്മീർ കാണാനായിട്ടാണ് പോകുന്നത്. നമ്മളപ്പം ബെന്നീസ് റോയൽസ് ടൂർസിൻ്റെ പാക്കേജിലാണ് പോകുന്നത്. നമ്മുടെ കൂടെ വേറെയും ഒരു 20 പേരും കൂടി ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി ഒരു 6 ദിവസത്തെ യാത്ര, കാശ്മീർ മാത്രമല്ല പഞ്ചാബും കൂടി നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ദിവസമേ പഞ്ചാബിൽ കാണാനുള്ളൂ. അത് അത്യാവശ്യം ഗോൾഡൻ ടെമ്പിളും ജാലിയൻ വാലാബാഗ് മാസക്കർ നടന്ന ഒരു മോനുമെൻറ്റും പിന്നെ അത്ര 2-3 ഐറ്റംസ് കാണാനുള്ളൂ അവിടെ. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം തന്നെ നമ്മളിങ്ങോട്ട് റിട്ടേൺ വരികയും ചെയ്യണം. അപ്പോൾ ഇതൊരു കണക്ഷൻ ഫ്ലൈറ്റായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് നമ്മൾ ഡൽഹിയിലോട്ട് പോകും, ഡൽഹിയിൽ നിന്ന് ശ്രീനഗർ, അതുപോലെ തിരിച്ചു വരുമ്പോൾ ശ്രീനഗറിൽ നിന്ന് അമൃത്സർ വരും. അമൃത്സറിൽ ഒരു ദിവസം സ്റ്റേ ചെയ്ത ശേഷം പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ അമൃത്സറിൽ നിന്ന് ഹൈദരാബാദിലോട്ട് വരും. ഹൈദരാബാദിൽ നിന്നാണ് നമ്മൾ കൊച്ചിയിലോട്ട് തിരിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ ഈ യാത്ര നമ്മൾ അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങൾക്ക് സ്വയം. അപ്പം ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോസൊക്കെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളെല്ലാം ചാനലിലൂടെ കാണാം കേട്ടോ. ബൈ. ഞങ്ങളിപ്പോൾ ഡൽഹി എയർപോർട്ടിലെത്തി കേട്ടോ. കൊച്ചിയിൽ നിന്ന് 5:30 വന്നു, ഇവിടെ ഒരു 8:30 എത്തി. പിന്നെ ഞങ്ങളുടെ ചെക്ക് ഔട്ട്, പിന്നെ ഞങ്ങൾ വേറെ ശ്രീനഗറിലോട്ട് പോവുകയാണല്ലോ. അപ്പോൾ അവിടെയും ചെക്കിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് ഒരു 10:30 ആയപ്പോഴാണ് ഫ്രീ ആയത്. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള കൂപ്പണൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കോർട്ടിലിരിക്കുകയാണ്. ഇനി 2 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റ് കേട്ടോ ശ്രീനഗറിലോട്ടുള്ളത്. അത് ഒരു 1.5 അവറിൻ്റെ ജേണിയേ ഉള്ളൂ. അപ്പം ഒരു 3:30 കഴിയുമ്പം അവിടെ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഒരു പ്ലാൻ, ഇന്നാണ് ട്വലിറ്റ് ഫെസ്റ്റിവലിൻ്റെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ട് നാളത്തേക്കായിരുന്നു ഞങ്ങൾക്ക് ട്വലിറ്റ് ഫെസ്റ്റിവൽ കാണാനുള്ള ചാൻസ് ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ഇന്ന് തന്നെ കാണാമെന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്കിനി അവിടത്തേക്കുള്ള യാത്രയ്ക്കും കാഴ്ചകളിലേക്കുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതാ ഒരു ഫുഡ് കോർട്ടാണ് കേട്ടോ. ഇതൊന്നല്ല, ഇനി ഒരുപാട് ഫുഡ് കോർട്ടുകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിച്ചത് 2 മസാല ദോശ കഴിച്ചതിനും അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് 2 ടീയുമാണ് തന്നത് കേട്ടോ. അതിന് 855 രൂപയാണ് ഇവിടെ ചാർജ് വന്നിരിക്കുന്നത്. ഇത് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള എയർപോർട്ടാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു വൈബൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് റിനോവേഷൻ ചെയ്ത ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോസിലൊക്കെ. പക്ഷെ അതൊന്നും ഇപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റിയിട്ടില്ല. ഇനി അപ്പുറത്തോട്ട് നമ്മുടെ ടെർമിനലിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റുമോ എന്നറിയില്ല. അതോ ഇനി അത് ഡിപ്പാർച്ചർ ഏരിയയിലാണോ അതോ വേറെ ഏതെങ്കിലും ഭാഗത്താണോ എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലായിരുന്നു. അപ്പോൾ ബാക്കി കാഴ്ചകളെല്ലാം നമുക്ക് വഴിയെ കാണാം. ശ്രീനഗർ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇനി നമ്മൾ ഇന്ന് ഫസ്റ്റ് ടുലിപ്പ് ഗാർഡൻ കാണാനാണ് പോകുന്നത്. ഇന്ന് സാധാരണ ഷിക്കാര റൈഡാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ടുലിപ്പ് ഗാർഡൻ ക്ലോസ് ചെയ്യുന്ന ഡേ ആയതുകൊണ്ട് ഇന്ന് അങ്ങോട്ട് ആദ്യം പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ടുലിപ്പ് ഗാർഡനിലെ കാഴ്ചകൾ നമുക്കിനി കാണാം കേട്ടോ. പിന്നെ ശ്രീനഗർ എയർപോർട്ടിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് മിലിറ്ററിയുടെ അണ്ടറിലുള്ളതായതുകൊണ്ട് അവിടെ വീഡിയോസും ഫോട്ടോസൊക്കെ പ്രൊഹിബിറ്റഡാണ്. അതുകൊണ്ട് അവിടെയൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ലായിരുന്നു. Hello all, welcome to Kashmir.
കാശ്മീരിൻ്റെ പ്രകൃതി കാണുകയാണ് കേട്ടോ. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഇതാ ഓരോ വീടുകളൊക്കെ കാണുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ. പിന്നെ പൂക്കൾ നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ചെടി കാണില്ല, അത്രയും ചെറിയ ചെടിയാണ്. അപ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഈ ടുലിപ്പ് കാണാനായിട്ട് വന്നിട്ടുണ്ട്. ടുലിപ്പ് ഗാർഡന് മുമ്പുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഫ്രൂട്ട്സും അതുപോലെ മറ്റ് സ്നാക്സൊക്കെ അത് കഴിക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ. അപ്പോൾ നല്ലൊരു പാർക്കിംഗ് ഏരിയയും വലിയൊരു ഏരിയ ഉണ്ട് കേട്ടോ കാണാൻ. പിന്നെ ടുലിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതും ലോകത്തിലെ രണ്ടാമത്തേതും ആയ ഒരു ടുലിപ്പ് ഗാർഡനാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് കേട്ടോ. അതിൽ നമുക്ക് അഭിമാനിക്കാം. അതുപോലെ 70 തരം വെറൈറ്റീസ് ആയിട്ടുള്ള ടുലിപ്പാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ നിർഭാഗ്യവശാൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ ടുലിപ്പിൻ്റെ എൻഡ് ചെയ്യാൻ സമയമാണ്. അതുകൊണ്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഒന്നും കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എന്നാലും നമുക്ക് പോയി നോക്കാം ഇതെങ്ങനെ ഇരിക്കുന്നു എന്ന്. നമ്മൾ ഒരുപാട് ചെറുപ്പകാലത്തിലൊക്കെ നമ്മൾ നോട്ട്ബുക്കിലൊക്കെ ഒരു പിക്ചർ കാണുമല്ലോ ടുലിപ്പിൻ്റെ. ആ പിക്ചറിലൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരിക്കാറുണ്ടല്ലോ ഇത് എന്ത് ഫ്ലവറാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അത് കാണാൻ, നേരിട്ട് കാണാൻ ഒരു ഭാഗ്യം കിട്ടുക എന്നുള്ളത് തന്നെ വലിയ കാര്യമല്ലേ. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. നേച്ചർ നമുക്ക് കാണാൻ വേണ്ടി എല്ലാം മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന ആളുകൾ ഈ പ്ലേസ് മുഴുവൻ നാശമാക്കിയിട്ടുണ്ട്. നോക്കി എന്തോരം പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് ഇവിടെ കിടക്കുന്നതെന്ന്. നമ്മൾ മനോഹാരിത കാണാനായിട്ട് വരും, എന്നിട്ട് ആ സ്ഥലം മുഴുവൻ നമ്മൾ നശിപ്പിച്ചിട്ട് പോകും. വലിയൊരു പാർക്കിംഗ് ഏരിയ ആണ്, നല്ല മനോഹരമായി വെക്കേണ്ട സ്ഥലമാണ്. ഈ ഫോറിനേഴ്സൊക്കെ വന്ന് നമ്മളെ കണ്ടാൽ എത്ര മോശമാണല്ലേ ഇതൊക്കെ. ഗാർഡനിലേക്ക് പോകാനുള്ള ഏരിയ ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. പക്ഷെ സമയമില്ല, വേഗം എത്തണമായിരുന്നു. പക്ഷെ നേരത്തെ എത്തിയതാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യായിരുന്നു. അങ്ങനെ നമ്മൾ ടുലിപ്പ് ഗാർഡൻ്റെ ഗേറ്റിലേക്ക് എത്തിയിട്ടോ. ഇനി കുറച്ച് അകത്ത് പോയിട്ട് നമുക്ക് ഗാർഡനിൽ എങ്ങനെ എന്തൊക്കെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടെന്ന് കാണാം. ഗേറ്റ് നമ്പർ 1 നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് ഗാർഡൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സബർവൻ മലനിരകൾക്ക് താഴെയായിട്ട് ദാൽ ലേക്കിനെ ഫേസ് ചെയ്തുകൊണ്ട് 30 ഏക്കറോളം സ്ഥലത്താണ് ഈ ടുലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതായത് കാശ്മീരിലെ ഫ്ലോറികൾച്ചറിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ ടൂറിസം അട്രാക്ഷന് വേണ്ടിയിട്ടുമാണ് 2007 മുതൽ ഈ ഒരു ടുലിപ്പ് ഫെസ്റ്റിവൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മാത്രമായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുക. ഈ മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള ഒരു മാസത്തോളം, അതായത് മാർച്ച് 15 മുതൽ ഏപ്രിൽ 15 അല്ലെങ്കിൽ 16 വരെയുള്ള ദിവസങ്ങളിലേക്ക് മാത്രമായിട്ടാണ് ഈ ടുലിപ്പ് ഗാർഡൻ ഓപ്പൺ ആവുക കേട്ടോ. ഞങ്ങളങ്ങനെ ടുലിപ്പ് ഗാർഡൻ കണ്ടു കേട്ടോ.
ഫ്ലവേഴ്സൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷേ അവർ ഒരു മാസമേ നിൽക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു വാടിയിട്ടുണ്ട്. എന്നാൽ ചില ഭാഗത്ത് കുറച്ച് ഫ്ലഷ് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ. എന്തായാലും ലോകത്തിലൊരു അത്ഭുതമായിട്ടുള്ളൊരു സംഭവമല്ലേ ഈ ടുലിപ്പ് ഗാർഡൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് ഹോട്ടലിലോട്ട് തന്നെയാണ് തിരിച്ചു പോവുകയാണ്. ഇന്ന് വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, ഫസ്റ്റ് ഡേ അല്ലേ, വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിച്ച ദാൽ ലേക്കിലുള്ള ട്രിപ്പ് നാളത്തേക്ക് മറ്റേ മാറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ മിക്കവാറും ഇവിടെ വൈൻഡപ്പ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി ചെയ്തിട്ട് നമുക്ക് വീഡിയോസൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ മനോഹരമായ സ്ഥലമാണ്, നല്ല ബാക്ക്ഗ്രൗണ്ടാണ്, നല്ല മലനിരകൾ, അതിൻ്റെ താഴ്വാരം പോലുള്ള ഒരു ഭാഗത്ത് 30 ഏക്കറിലായിട്ടാണ് ഈ ടുലിപ്പ് ഗാർഡൻ കിടക്കുന്നത്. ശരിക്കും ഈ ഫ്രഷ് ഫ്ലവേഴ്സ് വിരിഞ്ഞു നിൽക്കുന്ന സമയമാണെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ട്. പിന്നെ നമ്മൾ ഊട്ടിയിലൊക്കെ കാണുന്നത് പോലുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇതെല്ലാം നോക്കി, ഈ മലനിരകളൊക്കെ എന്ത് രസം അറിയോ, നല്ല പച്ചപ്പായിട്ട് കാണുന്നുണ്ട്. എന്നാൽ തിക്ക് ഫോറസ്റ്റും അല്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഭൂമിയിലെ സ്വർഗമായി ഈ കാശ്മീരിൽ എത്താൻ കഴിഞ്ഞത് തന്നെ ദൈവത്തോട് നന്ദി പറയണം. നമ്മൾ അത്രയും എല്ലാവരും നമ്മൾ ചെറുപ്പം മുതലേ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ ഈ കാശ്മീർ. നമ്മളുടെ പ്രകൃതിയിലെ ക്ലൈമറ്റുമായിട്ട് ഒരു മാറ്റവും ഇല്ലാത്ത മറ്റൊരു സ്ഥലം നമ്മുടെ തന്നെ ഇന്ത്യയിൽ ഉണ്ടാവുക പറയുമ്പോൾ അതൊന്ന് കാണണം എന്നുള്ള ആഗ്രഹം നമ്മളെല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് എത്തിപ്പെടാൻ പറ്റി എന്നുള്ളതിന് വലിയ കാര്യം. അപ്പോൾ ഇവിടെ അത്യാവശ്യം തണുപ്പും ഉണ്ട്, മഞ്ഞും ഉണ്ട്, പിന്നെ സ്പ്രിംഗ് സീസൺ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു പച്ചപ്പും ഉണ്ട്. എല്ലാം തികഞ്ഞ ഒരു സമയമാണ് ഇപ്പോൾ ഏപ്രിൽ വന്നിരിക്കുന്നത്. ഒരു 10 ദിവസം മുമ്പും കൂടി ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈ ടുലിപ്പ് മാത്രം ഫ്രഷായി കാണാം. ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ ഈ സ്പ്രിംഗ് സീസൺ ആവുന്നതിൻ്റെ എല്ലാ ഫ്രഷ്നെസ്സും ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഉണ്ട്. ഈ ടുലിപ്പ് മാത്രമാണ് കുറച്ചൊന്ന് ഫ്രഷ്നെസ് പോയിരിക്കുന്നത്. അതിപ്പോൾ പ്രകൃതിയുടെ ഓരോ നിയമമല്ലേ, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ നല്ല അനുഭവമായിരുന്നു ഇന്നത്തെ ദിവസം. യാത്രയും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. കുറച്ച് എയർപോർട്ടിലൊക്കെ ഇരിക്കേണ്ടി വന്നതെങ്കിലും അത്ര ബോറിംഗ് ഒന്നും ആയിരുന്നില്ല. നമ്മൾ ചെക്കിംഗ് ഒക്കെ ഒരു നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിൽ വന്നിട്ട് ഡൽഹിയിൽ നിന്നുള്ളൊരു ചെക്കിങ്ങും ഉണ്ടല്ലോ, നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ, അത് കഴിയാൻ കുറച്ച് സമയം വൈകി. നമ്മുടെ ഇതുണ്ടല്ലോ കാർഡ്, നമുക്ക് എന്താ പറയുക, നമ്മുടെ ബോർഡിംഗ് പാസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിൽ QR കോഡ് അത്രയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് 2-3 സ്ഥലത്തേക്ക് മാറിപ്പോയി ഡയറക്റ്റ് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ്, അതുകൊണ്ട് കുറച്ച് സമയം ഞങ്ങൾക്ക് വൈകി. പിന്നെ അവിടെയെല്ലാം ഞങ്ങൾ കറങ്ങി നടന്നു. പിന്നെ അവിടുത്തെ ഹോട്ടൽ റൂമുകൾ ഇതൊക്കെ ഉണ്ടല്ലോ, റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ പോയി 2-3 സ്ഥലത്തൊക്കെ പോയിട്ട് കുറച്ച് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. നല്ല ചാർജാണ്, എങ്കിലും നമ്മൾ ഇങ്ങനെ വരുമ്പോൾ അതൊക്കെ തന്നെയല്ലേ നമ്മൾ ചെയ്യാൻ വേണ്ടി വരുന്നത്. പൈസ എക്സ്പ്ലോർ ചെയ്യാനും അല്ല പൈസ ചിലവാക്കാനും ഒക്കെ തന്നെയല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ പൈസയൊക്കെ ചിലവാക്കാൻ തന്നെ വിചാരിച്ചിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ അത് പൈസയൊന്നും നോക്കില്ല, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക, കഴിക്കുക, എൻജോയ് ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരിടത്തൊന്നും പോകുന്നില്ലല്ലോ. ആ പോകുന്ന സ്ഥലത്ത് എന്താ നമുക്ക് വേണ്ടത് അതങ്ങ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക, അത്ര തന്നെ. അപ്പം എല്ലാവരും ഇനിയിപ്പോൾ ടുലിപ്പ് ഗാർഡൻ കണ്ടു, അവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ താഴെ ഒരു തടാകം കാണുന്നുണ്ടല്ലോ, കണ്ടോ? അങ്ങ് താഴെയായിട്ടൊരു തടാകം കാണുന്നുണ്ട്, ഒരു ചെറിയ തടാകം. അപ്പോൾ അതിലെന്തെങ്കിലും ഫ്ലവേഴ്സൊക്കെ ഉണ്ടോ, അതുപോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇങ്ങനെ കൊള്ളാം, നല്ല സ്ഥലം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നല്ല മലനിരകൾ. നമ്മൾ ചലം നദിയുടെ മുകളിലുള്ള ഓവർ ബ്രിഡ്ജിലൂടെയാണ് പോകുന്നത് കേട്ടോ. കാശ്മീരിൽ നിന്ന് ആരംഭിച്ചിട്ട് പാകിസ്ഥാനിലെ ലാഹോറിൽ അവസാനിക്കുന്ന നദിയാണ് ചലം ബ്രിഡ്ജ്. അപ്പോൾ ജലത്തിൻ്റെ ഒരു വ്യൂ പാർക്കാണ് ഇവിടെ ഉള്ളത്. വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഈ നദിയുടെ സൈഡിലൊക്കെ നല്ല മനോഹരമായി ഒരുക്കി വെച്ചിട്ടുണ്ട്. പൂക്കളും ഗാർഡനും ഒരു പാർക്ക് പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ കാണുന്നുണ്ടാവും ആ പാലത്തിനപ്പുറം നല്ല ഫുഡ് ഹട്ടുകളും ഒക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഷിക്കാരകൾ കിടക്കുന്നതാണ്.
വെള്ളത്തിൽ ബോട്ട് ഹൗസാണിത്. ആ ബോട്ട് ഹൗസിൽ ഈ ടൂറിസ്റ്റുകൾക്കൊക്കെ വന്ന് താമസിക്കാനൊക്കെ പറ്റും. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മഞ്ഞുമല ആയതുകൊണ്ട് മഞ്ഞുരുകയും വെള്ളം വരുമല്ലോ. മഴക്കാലത്ത് മഴ പെയ്യുമ്പോഴും വെള്ളം വരും. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. ഇനി ഝലം നദിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഈ ഝലം നദി എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിൻ്റെ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു നദിയാണ്. സൗത്ത് ഏഷ്യയിലെ ഒരു ലോങ്ങസ്റ്റ് റിവറാണ് ഈ ഝലം. BC 326 ഹൈഡാസ്പസ് യുദ്ധം നടന്നത്, അതായത് കിങ് അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിൽ ഹൈഡാസ്പസ് യുദ്ധം നടന്നത് ഈ ഝലം നദിക്കരയിലാണ്. സംസ്കൃതത്തിൽ ഈ നദിക്ക് വിദാസ്ത എന്നും ഗ്രീക്ക് നെയിം ഹൈഡാസ്പസ് എന്നുമാണ് കേട്ടോ. പിന്നെ 725 കിലോമീറ്റർ അഥവാ 450 മൈലാണ് ഈ ഝലം നദി ഒഴുകുന്നത്. അതായത് കാശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലെ ലാഹോർ വരെയാണ് ഈ നദി ഒഴുകുന്നത് കേട്ടോ. കാശ്മീരിലെ പീർപഞ്ചൽ മലനിരകളിലെ വെരിനാഗ് സ്പ്രിങ്ങിൽ നിന്നാണ് ഇത് ഒഴുകുന്നത്. അങ്ങനെ കാശ്മീർ ശ്രീനഗർ വഴി വൂളാർ ലേക്കിൽ പതിക്കുകയും അവിടെ നിന്ന് പിന്നീട് പാകിസ്ഥാനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചിനാബ് നദിയും ഇൻഡസ് റിവറൊക്കെയാണ് ഇതിൻ്റെ മേജർ ട്രൈബ്യൂട്ടറീസ് കേട്ടോ. പിന്നെ ഉറി ഡാമൊക്കെ ഈ ഝലം നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ നീലം എന്നറിയപ്പെടുന്ന കിഷൻഗംഗ റിവറാണ് ഇതിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് ട്രൈബ്യൂട്ടറി കേട്ടോ. ഇറിഗേഷൻ, നാവിഗേഷൻ, ഹൈഡ്രോ പവർ പ്രൊജക്റ്റുകളെല്ലാം ഈ ഝലം നദിയിൽ ധാരാളം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാശ്മീരിൻ്റെ ലൈഫ് ലൈനാണ് ഝലം നദി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടാണ് കേട്ടോ അത്, ആർക്കോ. അങ്ങനെ നമ്മൾ താമസിക്കുന്ന ആർക്കോ ഹോട്ടൽ ആൻഡ് റിസോർട്ട്സിലേക്ക് എത്തിയിട്ടോ. ഇത് ടൗൺ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. വളരെ നല്ലൊരു ആംബിയൻസ് ഉള്ള ഹോട്ടലാണ്. ഒരു പഴയ കാല മൊനുമെൻറ്റ്സ് ഒക്കെ ഇല്ലേ, ഇംഗ്ലീഷ് അതായത് അമേരിക്കയിലൊക്കെ കാണുന്ന മൊനുമെൻറ്റ്സ് ഒക്കെ ഉള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനടുത്ത് തന്നെ ഒരു ഔട്ട് ഹൗസ് പോലൊരു ബിൽഡിങ്ങും പണിതിട്ടുണ്ട്. ഇതൊരു ഹെൽത്ത് ക്ലബ്ബാണ്. ജിംനേഷ്യം, ഹോട്ട് പൂൾ ഇതൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. വളരെ നല്ലൊരു ആംബിയൻസ് ഉള്ള ബിൽഡിംഗ് ആണിത്. നമുക്കപ്പം അകത്തോട്ട് കയറാം. ഇത് ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ്, ഡൈനിങ് എല്ലാം ഉള്ള ഏരിയ ആണിത്. നമുക്കിന്ന് ഡിന്നറും ഇവിടെ തന്നെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ബായ്.